രണ്ട് കണ്ടീഷൻസും ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യ അവിടെ മുട്ടുമടക്കിയില്ല. അപ്പോൾ ഏകദേശം 4.5% 5% എത്തുമോ എന്നുറപ്പില്ല. ആ തരത്തിലാണ് മൂല്യച്യുതി ഇന്ത്യയുടെ രൂപയ്ക്ക് ഡോളറുമായിട്ട് ഉണ്ടായത്. കറൻസിയുടെ മൂല്യം അത്ര താഴാനായിട്ട്, ഈ 4.5% ഒക്കെ താഴാനുള്ള മറ്റൊരു പ്രധാന കാരണം സ്വർണ്ണ വിലയിലുണ്ടായ ചാഞ്ചാട്ടമാണ്. 2025 ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട വർഷമായിരുന്നു. ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം. ഡിസംബർ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കാലഘട്ടത്തിലെ സാധ്യത, ഇനി വരാനിരിക്കുന്ന മാസത്തിലെ സാധ്യത കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും മോശം പ്രകടനം മൂല്യ തകർച്ചയിൽ കാഴ്ചവെച്ച ഏഷ്യൻ കറൻസിയാണ് ഇന്ത്യൻ രൂപ എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്ത നാൾ മുതൽ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുകയായിരുന്നു. ആ ആഗോള വ്യാപാര യുദ്ധത്തിൽ ഏറ്റവും കലങ്ങി മറിഞ്ഞ ഒരു കറൻസി തന്നെയാണ് ഇന്ത്യൻ റുപ്പി. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം നാളിതുവരെ, അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വാങ്ങുന്ന ഒരു പിടി ഉൽപ്പന്നങ്ങൾ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഇല്ലാതെയാണ് കയറ്റി അയച്ചിരുന്നത്. പക്ഷേ ട്രംപ് അതിനെ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടോ എന്തോ, ട്രംപ് തുടക്കത്തിൽ മുതലേ താരിഫ് ചുമത്തും എന്ന് ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രവുമല്ല, ആദ്യം 25% ഇമ്പോർട്ട് ഡ്യൂട്ടി താരിഫ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ചുമത്തി. അതിനുശേഷം ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഡംപ് ചെയ്യാൻ, അതായത് തീരെ വില കുറച്ച് ഇന്ത്യയിൽ വിൽക്കാൻ അനുവദിക്കണം. അത് ഇന്ത്യക്ക് പറ്റുമായിരുന്നില്ല. രണ്ടാമത്തെ വലിയ ഒരു കണ്ടീഷൻ വെച്ചത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഇന്ധനം നിർത്തണം. ഈ രണ്ട് കണ്ടീഷൻസും ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യ അവിടെ മുട്ടുമടക്കിയില്ല, പ്രതിരോധം തീർത്ത് നിൽക്കുകയായിരുന്നു ചെയ്ത്. അപ്പോഴും ആണവോർജ മേഖലയിലൊക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ആസ് യൂഷ്വൽ നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളിലും ഇന്ത്യ ഇടഞ്ഞു നിന്നതോടെ, അതായത് റഷ്യയിൽ നിന്നുള്ള ഇന്ധനം വാങ്ങൽ നിർത്തുകയില്ല എന്ന് വാശി പിടിച്ചതോടെ 25% ഡ്യൂട്ടി അതുവരെ ചുമത്തിയിരുന്ന താരിഫ് എല്ലാ ഉൽപ്പന്നങ്ങളിലും 50% വർദ്ധിപ്പിച്ചു. അതായത് 25%-ന്റെ 100% ടാരിഫ് വർധന അങ്ങനെ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? അത് മറ്റു രാജ്യങ്ങളോടും താരിഫ് യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയോടെടുത്ത ഈ നിലപാട് ഇന്ത്യൻ കറൻസിയുടെ മൂല്യത്തില്, അതായത് ഈ കഴിഞ്ഞ ജാനുവരി മുതൽ ഇപ്പൊ ഇതുവരെയുള്ള ടിൽ ഡേറ്റ് 4.5% താഴ്ച, ഡിക്ലൈൻ ആണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ, ഡോളറുമായിട്ടുള്ള താരതമ്യ മൂല്യത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് 4.5%-ലേറെ, ഏകദേശം 5%-ഓളം താഴ്ചയാണ് ഭവിച്ചത്. അപ്പോൾ ഈ കാരണം ആണ് ഒന്നാമത്തെ ഇതായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, ട്രേഡ് വാർ, അതായത് താരിഫ് യുദ്ധം. അപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യവും കൂടി നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒന്നാമത്തെ രാജ്യമാണ് അമേരിക്ക. അതായത് നമുക്ക് ഏറ്റവും ഉയർന്ന ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക. അപ്പൊ അങ്ങനെയുള്ള രാജ്യം ഉദാഹരണത്തിന് സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ വലിയ തോതിൽ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. നമ്മുടെ ഡിസൈൻസും ഒക്കെ അമേരിക്കയിൽ അത്ര പ്രിയങ്കരമാണ്. അത് 0 ടാരിഫിലായിരുന്നു നമ്മൾ 2025 വരെ കയറ്റി അയച്ചിരുന്നത്. അതിൽ 50% താരിഫ് വന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊഞ്ച് പോലെയുള്ള സമുദ്രോൽപ്പന്നങ്ങളിൽ താരിഫ് വന്നു. ഇതൊക്കെ കാരണം കൊണ്ട് വലിയ തോതിൽ തുകൽ ഉൽപ്പന്നങ്ങളിൽ 50% താരിഫ് വന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രിയപ്പെട്ട, വളരെ കൂടുതലായിട്ട് കയറ്റി അയക്കുന്നതായ ഉൽപ്പന്നങ്ങളിൽ 50% താരിഫ് വന്നതോടുകൂടി അങ്ങോട്ടുള്ള എക്സ്പോർട്ട് ഒരുപാട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ വിപണി ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് നമുക്ക് അത്ര പറ്റിയില്ല.
പറ്റി UK-യിലേക്ക്, അതുപോലെ യൂറോപ്യൻ യൂണിയനിലേക്ക് ഒക്കെ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ നടന്നു. എങ്കിൽ പോലും ഏറ്റവും വലിയ ബയറായിട്ടുള്ള അമേരിക്ക വാങ്ങുന്നത്ര ഈ ഡൈവേഴ്സിഫൈ ചെയ്ത മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഈ പ്രാവശ്യം ഈ 2025 $41.7 ബില്യൺ വർത്തായിരുന്നു നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്. അപ്പൊ അങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മുടെ രൂപയുടെ മൂല്യത്തെ ഒരുപാട് കുറയ്ക്കും. അങ്ങനെ രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് താരതമ്യത്തിൽ താഴേക്ക് പോയത് കാരണം കൊണ്ട് അത് പിടിച്ചു നിർത്താൻ വേണ്ടി സെപ്റ്റംബർ മാസത്തില് $770 കോടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടത്. അതായത് ട്രേഡ് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകൾക്കും അതുപോലെ തന്നെ മറ്റ് കമ്പനികൾക്കും ഒക്കെ ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടത് $770 കോടി ആയിരുന്നു. അതായത് രൂപയുടെ മൂല്യം ഉയർത്താൻ വേണ്ടിയാണ് അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശേഖരത്തിൽ നിന്ന് ഡോളർ വിറ്റഴിച്ചത്. അതുപോലെ തന്നെ ഒക്ടോബർ ആയപ്പോൾ, സെപ്റ്റംബറിൽ $770 കോടി, ഒക്ടോബർ ആയപ്പോഴത്തേക്കും $791 കോടി പുറത്തേക്ക് വിട്ടു. അതായത് ബാങ്കുകൾ വഴിയായിട്ടൊക്കെ പുറത്തേക്ക് വിട്ടു. അതും ഈ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഏകദേശം 4.5%, 5% എത്തുമോ എന്നുറപ്പില്ല. ആ തരത്തിലാണ് മൂല്യച്യുതി ഇന്ത്യയുടെ രൂപയ്ക്ക് ഡോളറുമായിട്ട് ഉണ്ടായത്. ഡോളറിന്റെ മൂല്യം പിടിച്ചു നിർത്താൻ ട്രംപിന് കഴിഞ്ഞു. കാരണം ഈ വ്യാപാര കരാറുമായിട്ടുള്ള പിടിവലി മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും മുട്ടുമടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. പകരം തീരുവയൊക്കെ കൊണ്ടുവന്ന സംസ്ഥാനങ്ങൾ പോലും അത് വെട്ടിക്കുറച്ചു. അതുപോലെ തന്നെ ട്രംപും വെട്ടിക്കുറച്ചു. പക്ഷേ ഇന്ത്യയുടെ വ്യാപാര യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം അത്ര താഴാനായിട്ട്, 4.5% താഴാനുള്ള മറ്റൊരു പ്രധാന കാരണം സ്വർണ്ണ വിലയിലുണ്ടായ ചാഞ്ചാട്ടമാണ്. ഇന്ത്യയും ഒരു വലിയ കൺസ്യൂമറാണ് സ്വർണത്തിന്റെ. അപ്പൊ സ്വർണം എത്ര വില കൂടിയിരുന്നാലും ഇന്ത്യയില് ഉപഭോക്താക്കൾ ഉണ്ട്. ഉദാഹരണം കേരളം തന്നെ വലിയ ഒരു സ്വർണ്ണ ഉപഭോക്തൃ സംസ്ഥാനമാണ്. അപ്പൊ അങ്ങനെ സ്വർണത്തിന്റെ ഡിമാൻഡ്, സ്വർണം 97,360 രൂപ വരെയൊക്കെ ഒരു പവന് വില കയറിയ സമയങ്ങളുണ്ട്. അപ്പോഴും ഇന്ത്യയിലെ സ്വർണത്തിന്റെ ഡിമാൻഡ് അത്ര താഴേക്ക് പോയില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ട്രേഡ് ഡെഫിസിറ്റ് ഒരു വശത്ത് നമ്മുടെ രൂപയുടെ മൂല്യം കുറച്ചു, രണ്ടാമത് സ്വർണം വാങ്ങി കൂട്ടുന്നു എന്ന് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കും. ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നതാണ് കറൻസിയുടെ മൂല്യം ചോരാനുള്ള കാരണം. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുമ്പോൾ ആ ഡെഫിസിറ്റ് നമ്മൾ ഡോളർ ടേംസിൽ കൊടുത്തു തീർക്കണം. അങ്ങനെയാണ് ഡോളർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തേക്ക് ഇറക്കേണ്ടി വരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ 2025 ഇന്ത്യൻ രൂപയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ട വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ മൂല്യം നഷ്ടപ്പെട്ട വർഷമായിരുന്നു. ഇത് ഇനിയും തുടരും. ഒരു 20% താരിഫിലേക്ക് ഇപ്പൊ 50%-ൽ നിർത്തിയിരിക്കുന്ന താരിഫ് ഒരു 20%-ന്റെ താഴേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വലിയ കേടില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇനിയും രൂപയുടെ മൂല്യം താഴേക്ക് പോകാനും വലിയ പ്രശ്നങ്ങൾ സമ്പദ്ഘടനയിൽ സംഭവിക്കാനുമാണ് സാധ്യതയുള്ളത്.